ലക്ഷ്മി അടിക്കാൻ പോയി അത് എന്നെ മരിച്ചോണ്ട് ഓടും. അമ്മച്ചി പീതാംബര ചേട്ടനാണെന്ന് അമ്മച്ചി. പീതാംബരൻ ചേട്ടൻ ഉണരുകയും ചെയ്തു, കാലത്തെ പോവുകയും ചെയ്തു. പോയോ? ചേമ്പല എത്തിയച്ച് വരുമ്പോ ഇവിടെ കയറി വെച്ചാ പോവാവേ ഇന്നലെ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. അവനെന്തിനാ ചേമ്പല? ചേമ്പലക്കല്ല അമ്മച്ചി, വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പീതാംബരൻ അങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ എന്റെ മടന്തേ? നേരെ അങ്ങോട്ട് വെളുത്താ പിന്നെ പ്രശ്നത്തിന്റെ പുറത്ത് പ്രശ്ന. കാലത്തെ ഇല്ലിക്കലെ ഗോപാലൻ നേരം ഒന്ന് കണ്ണ് കാണിക്കുന്നതും കണ്ടു അവൻ ഇറങ്ങി പോകുന്നത്. ഞാൻ വരുമ്പോഴേ എന്നോട് എന്തെങ്കിലും പറയണോന്ന് പീതാംബരൻ ചേട്ടൻ പറഞ്ഞായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞോടി മടന്തിയോട് പറയാൻ? എന്നോടൊന്നും പറഞ്ഞില്ല. സന്ധ്യയോട് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ഷർട്ടും മുണ്ടും കഴുകിടാൻ പറഞ്ഞു. എന്നോടോ? നിന്നോടല്ല, ഷർട്ടും മുണ്ടും ഞങ്ങള് തിരുമ്മിയിട്ടോളാം, മറന്നപ്പോ. ഓരോ അശ്രീകരങ്ങൾ രാവിലെ കയറി വരും. വരുന്നവരോടൊക്കെ സമാധാനം പറയാൻ ഇവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ. കട തുറന്നു വെച്ചിട്ട് നേരം കുറെ ആയല്ലോ. നീ ഇതവിടെ പോയി കിടന്നു? പുറമ്പോക്കിൽ എങ്ങും ഇലയില്ല. ഇതന്നെ കൊറേ നടന്നിട്ടാ കിട്ടിയത്. ഇല എവിടെ ഉണ്ടെന്ന് നേരത്തെ നോക്കി വെക്കണ്ടേ? നാളെ ഇങ്ങനെ ആവണ്ട. നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. പീതാംബരൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? മില്ലില് വർഗീസിന്റെ കൂടെ ചായക്കടയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്തിനാ? ഒരു പ്രശ്നമുണ്ട്. പ്രശ്നത്തിന് പുറകെ പൊക്കളയരുത്. ഇവിടെ സൂപ്പ് കൊണ്ടാ കൊടുക്കണം. തനിക്ക് ആ പെണ്ണിനെ മനസ്സിലായോ? ഇല്ല. പട്ടാളക്കാരൻ പപ്പന്റെ രണ്ടാം കെട്ടിലുള്ള മോളാ. അടുത്ത ആഴ്ച കല്യാണം നിശ്ചയിച്ചിരിക്കുക. ചെറുക്കം ബോംബെ എന്നുള്ളതാ. കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ഒരു കഷ്ടവും ഇല്ല. താമസിയാതെ കേക്കാം. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചെന്നോ റെഡ് സ്ട്രീറ്റിൽ അകപ്പെട്ടെന്നോ ഒക്കെ. നാക്കെടുത്ത് വളച്ചാ എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം തന്റെ വായിന്ന് കേട്ടത് എനിക്ക് ചത്താ മതിയായിരുന്നു. ഇപ്പോഴേ അതിന് തയ്യാറാകുന്നതാണ് നല്ലത്. കരൾ വീക്കമല്ലേ തനിക്ക്? കാലപ്പഴക്കത്തേക്കില്ല. ഒരു വൈറ്റ് വിൽസാ? അയ്യോ വിൽസ് ഇല്ല. അല്ലെങ്കിൽ എപ്പോഴാണ് തന്റെ വിൽസ് കാണുന്നത്? നമ്മുടെ മമ്മയുടെ കുറിച്ചിട്ട് ഒന്ന് വീണോട്ടെ. അങ്ങനെയാണെ ഒരു കാലത്ത് ഇവിടുന്ന് വിൽസ് കിട്ടാൻ പോകുന്നില്ലെന്ന് അർത്ഥം. വേറെ ഏതൊക്കെ സീറ്റുണ്ട്? ഇപ്പൊ ഒന്നുമില്ല, പയ്യൻ ടൗണിന്ന് വരണം. നല്ല തെറുപ്പ് പേടിയുണ്ട്, സീർട്ടിന്റെ കൂട്ടിലിട്ട് തരാം. അത് തന്നെ താനെ വലിച്ചാ മതി. പീതാംബരൻ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല, അങ്ങോട്ട് കെട്ടിയെടുക്കുന്ന കണ്ടു. എങ്ങോട്ടാ പോയത്? അത് ഗണിച്ചു പറയാൻ ഞാൻ കണിയാനല്ലല്ലോ സുഗുണ. പാമ്പ് കടിച്ചു മരിച്ച കർണന്റെ മോളുടെ കല്യാണ പിരിവുമായി രാവിലെ വീട്ടിൽ വന്നിരുന്നു. എനിക്കും കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? സദ്ദാം ഹുസൈനും ജോർജ് ബുഷും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ. സദ്ദാം പിടിച്ചു, ബുഷ് ബോംബിട്ടു. എടോ, കുടിവെള്ളത്തിന്റെ 5-6 കുപ്പിയും ബാഗിലിട്ടോണ്ട് രാഖി രാമാനം സൗദി കൂടെയും ജോർദാനി കൂടെയും ഇറാഖി ഭടന്മാരുടെ കണ്ണും വെട്ടിച്ച് നെട്ടോട്ട ഓടി അങ്ങോട്ട് പോന്നത് വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. പണമില്ലാതെ ഇവിടെ വന്നവന് പിണമായിട്ടേ ജീവിക്കാൻ പറ്റൂ. ഇവിടെ അരിയില്ല, തുണിയില്ല, ജോലിയില്ല, മായം ചേർക്കാത്ത മദ്യമില്ല. പിന്നെ എങ്ങനെ ജീവിക്കും? കുവൈറ്റിലെ കമ്പനിക്കാര് എന്നെ തിരിച്ചു വിളിക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ജോക്കി ഒന്നേ ഒരു കാര്യം പറട്ടെ. കാലത്തെ തുടങ്ങിയോ? കാലത്ത് കുടിക്കാൻ പാടില്ലെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. കളിയാക്കരുതേ. കുവൈറ്റിൽ നിന്നുള്ള വിളി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് മനുഷ്യന്റെ അന്തരംഗം നീറി പടരുക. ആ തീ അണയ്ക്കാനുള്ള സ്വല്പ തെളിനീര അകത്ത് അടിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? വന്ന കാര്യം പറ. പീതാംബരനെ കണ്ടോ? പീതാംബരം ഒരു മായായിട്ട് എങ്ങോ മറഞ്ഞു. തന്റെ കൂടെ പോകുന്നതാണല്ലോ അറിവ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പീതാംബരനൊന്ന് അത്യാവശ്യം അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ജോക്കിക്ക് കൂടി പ്രയോജനം ഉണ്ടാവണം. ആദ്യം ഒരു 100 മില്ലി ഓർഡർ ചെയ്യും. അതൊരു പ്രശ്നമാക്കണ്ട. പീതാംബരനെ കാണിച്ചു തന്നിട്ട് ജോക്കിക്ക് 100-200 മേടിച്ചു തരാം. അത് ശരിയാ. ജോലി ചെയ്തേ കൂലി വാങ്ങിക്കാവുന്ന കുവൈറ്റിലെ നിയമം. വാ തങ്കപ്പ, അടുത്തോണ്ടിരുന്നോ, ഞാൻ ഇപ്പൊ വരാം. നല്ല ആളാ. മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുന്ന ഞായറാഴ്ചയാണെന്ന് അറിയില്ലേ? ഇതുവരെ ആകപ്പാടെ 21 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു സൗജന്യ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ട് ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെയാണെങ്കിൽ DMO ഞങ്ങളായിട്ട് ചാടിക്കും. പീതാംബരൻ സജീവമായി രംഗത്തിറങ്ങിയാലേ ക്യാമ്പ് വിജയിക്കും. ഒരു 2 ദിവസത്തേക്ക് ഒരു രക്ഷയില്ല. ഇത് ശ്രമദാനാണെന്ന് അറിയാലോ. ഞാൻ ഇവിടുന്ന് വിട്ടുന്ന ആളുകൾ അപ്പ വലിയും. അങ്ങനെ ഒഴിവ് കഴിവൊന്നും പറയരുത്. ഞാൻ വരാന്ന്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇന്ന് തന്നെ പൊക്കാനാ ഞങ്ങൾ വന്നത്. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങോട്ട് പിടിച്ചേ. പിടിക്ക്, ഞങ്ങളുടെ കൂടെ കുറച്ച് പണിക്ക്. എന്താ? അതെ, ഒത്തു പിടിച്ചാ മലയും പോരും. പിടിച്ചോ, നമുക്ക് ഇതും തീർക്കാം അതും തീർക്കാം. നമ്മുടെ പഞ്ചായത്തിന്റെ റോഡാണ്.
പിന്നെ എന്റെ കാര്യം മറക്കരുത് കേട്ടോ. എന്താ അത്? സേവ അല്ല സേവനം അതിന്റെ. ഓ അങ്ങനെ. വേഗം നോക്ക് വേഗം നോക്ക്. വേഗം നോക്ക്. പീതാംബരൻ ചേട്ടനെ എവിടൊക്കെ തിരക്കെന്ന് അറിയാമോ? മടന്തയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇതാ പീതാംബരൻ ചേട്ടന്റെ ഒരു കുഴപ്പം, ഈ മറവി. മടന്ത പറഞ്ഞ സ്ഥലം റേഷൻ കടക്കാരൻ അവറാച്ചന്റെ ആണല്ലേ? അതെ, അയാൾ കടയടയ്ക്കുന്നതിന് മുമ്പ് ചെല്ലണം. ചേട്ടൻ എങ്കിലെങ്കിലും ഇത് പറഞ്ഞ് ശരിയാക്കി തന്നില്ലെങ്കിലേ നാളെ മുതൽ എനിക്ക് പണിയുണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നടന്നോ. എന്ത് വേണം? പഞ്ചാര പഞ്ചാര. ഈ മാസത്തെ പഞ്ചാര വന്നിട്ടില്ല. എപ്പോ വരും? നാളെ 7:46. ഇതൊക്കെ എന്നോട് വെച്ച് ഞാനെന്ത് പറയും? വരുമ്പോ വരും. ഓ, കഴിഞ്ഞ മാസം ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. അവിടെ എന്ത് വേണം? മണ്ണെണ്ണ. മണ്ണെണ്ണ. ഇതിൽ പകുതി മേടിച്ചു കഴിഞ്ഞാണല്ലോ, ഇനി അടുത്ത മാസം കിട്ടുള്ളൂ. കാർഡിലുള്ളത് മുഴുവൻ തരാതെ ഞങ്ങൾ അങ്ങനെ വിളക്ക് എത്തിക്കുന്നത്. പപ്പപ്പിള്ളയുടെ കടന്ന് എണ്ണ വാങ്ങിച്ചാലും വിളക്ക് എത്തും. അവിടെ കാണുമെന്നറിയാം, ഇവിടുന്ന് നേരെ അങ്ങോട്ടാണല്ലോ കമത്തുന്നത്. എന്താ പീതാംബര, പിരിവോ മറ്റാണോ? അവറാച്ചൻ ചേട്ടൻ ചെറിയൊരു സഹായം ചെയ്യണം, ഒന്നിങ്ങോട്ട് വന്നേ. ഈ പിരിവൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഈ പിരിവാരെ കൊണ്ട് തോറ്റു എന്റെ പീതാംബര. റേഷൻ കട കൊണ്ട് അടച്ചിടാൻ പറ്റുമോ? ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോണത്, ഒരു ചില്ലികാശിയാ കൊടുക്കില്ല. അത് വേറെ കാര്യം. അവറാച്ചൻ ചേട്ടൻ അറിയപ്പെടുന്ന ഒരു ലുബ്ധനായതുകൊണ്ട് പിരിവിന്റെ പ്രശ്നമില്ല. അത് പീതാംബര എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ. അല്ല, കരുണന്റെ മകളുടെ കല്യാണത്തിന് കാശ് കൊടുക്കായിരുന്നു മനഃപൂർവ്വ. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കരുതല്ലോ, അതൊരു ശീലാവും. അവറാച്ചൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ പിന്നിൽ ഒരു കാരണവും കാണും. അത് പോട്ടെ, വന്ന കാര്യം പറയാലോ. ഇത് ദാമു, നമ്മുടെ ഈ ചൊറിയുന്ന ചേമ്പിന്റെ മടന്തയുടെ ഇല വെട്ടി ഇറച്ചി പൊതിയാൻ ഹസനാരിക്കയുടെ കടയിൽ കൊടുക്കുന്ന ഒരു പണിയുണ്ട് ദാമുവിന്. അതുകൊണ്ട് എല്ലാരും മൂപ്പരെ മടന്തേന്നാ വിളിക്കുന്നത്. ജീവചരിത്രം പറയാതെ കാര്യം പറ പീതാംബര, കടയിൽ ആളില്ല. ഇതൊരു ജീവിത പ്രശ്നമായതുകൊണ്ട് സ്വല്പം ജീവചരിത്രം പറയാതെ നിവൃത്തിയില്ല. ദാമു ഇലവെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ചുരുക്കി പറഞ്ഞാൽ ഒരുമാതിരി ഇടത്തൊക്കെയുള്ള ഇലയൊക്കെ ഇവൻ വെട്ടി. ഇനിയിപ്പോ വെട്ടാൻ ഇലയില്ല. അതിന് ചേട്ടന്റെ വീടിന്റെ പുറകിലുള്ള തോട്ടുമാടിക്ക് നിറച്ച് മടന്തയുടെ ഇല നിൽക്കുന്നത് ഇവൻ കാണാനിടയായി. ചേട്ടൻ എതിരൊന്നും പറയരുത്, അത് വെട്ടാൻ സമ്മതിക്കണം. ഒരിലയ്ക്ക് എന്ത് വെച്ച് തരും? അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു ബിസിനസ് ആകുമ്പോ മുതലാളിക്ക് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ? പീതാംബരനായോണ്ട് അധികമൊന്നും വേണ്ട. ഒരിലയ്ക്ക് 5 പൈസ വെച്ച് തന്നാ മതി. 500 ഇലയെങ്കിലും വെട്ടി കൊടുക്കുമ്പോഴാ എനിക്ക് ഒരു നേരത്തെ ചോറും കാപ്പിയും കിട്ടുന്നത്. 1000 വെട്ടിക്കോട്ടെ. ഒരു ചാൺ വയറിന്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് ഇല വെറുതെ ഉണ്ടാവും. ഉണങ്ങി നശിച്ചു പോകുന്നതല്ലേ ചേട്ടാ ഈ ഇല? ഒരു ബിസിനസ് ആകുമ്പോ ബിസിനസ് ആയിരിക്കണം. ഞാനൊരു ശല്യക്കാരനല്ലെന്ന് അറിയാലോ, ഇവന്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. ശരി, നല്ല ലാഭം കിട്ടുന്നതാണല്ലോ, അതിന്റെ ഒരു വിഹിതം കൂടെ എത്തിച്ചാ മതി. തരാം 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 തരാം. ഞാനിത് പീതാംബരനായോണ്ടാ സമ്മതിക്കണത്, അതിന്റെ നന്ദി വേണം എപ്പോഴും. അതെപ്പോഴും ഉണ്ടാവും. വന്ന് വന്ന് കാട്ടുചേമ്പിന്റെ ഇലയ്ക്കും ശുപാർശ. നീ ഉച്ചക്കുണ്ടോ? ഇല്ല, കാപ്പി കുടിച്ചു. പിള്ളേര് പറയായിരുന്നേ, ഇത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് ചോറ് വെച്ച് ഒരു പാത്രത്തിലാക്കി നിന്റെ ഈ തന്നയച്ചാൽ എന്താന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാ. പല പ്രശ്നങ്ങളുടെ ഇടയിൽ ചോറ്റുപാത്രമൊക്കെ തൂക്കി അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ വേണ്ട. പിള്ളേർക്ക് എന്റെ ഭക്ഷണ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണല്ലോ. 2 എണ്ണം കൂർക്കമ്മയിൽ ചുറങ്ങാണ്. 10 മണിയായിട്ടില്ല. അതുങ്ങള് നേരം വിളിച്ചായ പറമ്പിലും തൊഴുത്തിലും കിടന്ന് മടക്കുന്നതാ. പറമ്പിലെ പണിക്കുന്ന കുമാരൻ ചേട്ടൻ വന്നില്ലേ? എന്നും കൃത്യമായിട്ട് വന്ന് പണിയെടുക്കാൻ കുമാരൻ എന്താ ഇവിടുത്തെ കൂലിക്കാരനൊന്നും അല്ലല്ലോ. വല്ലതും വന്ന് ചെയ്തു തരുന്നതന്നെ അങ്ങേരുടെ മനസ്സിന്റെ നേരുകൊണ്ടാ. നിനക്ക് പിന്നെ അതിനൊന്നും നേരമില്ലല്ലോ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴാ ഇരുട്ടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാനാ. എടാ, ആ പാമ്പ് കടിച്ച് മരിച്ച കരുണന്റെ മോടെ കല്യാണം നീ നടത്തി കൊടുക്കാൻ പോവാന്ന് പറയുന്ന കേട്ടു. ഉള്ളതാ. തന്തയില്ലാത്ത പെണ്ണല്ലേ, ഒരാലോചന ഒത്തു വന്നു. ഉമ്മണി ആശാൻ കൊണ്ടുവന്നതാ. ചെറുക്കന് അങ്ങാടി ചുമടാ. പിന്നെ കല്യാണ ചെലവിന് പിരിവെടുക്കേണ്ടി വരും. നിനക്കിപ്പോ എത്ര വയസ്സായെന്നറിയോ? ഇതാ ആരുടെയും കല്യാണക്കാരി ഇവിടെ വന്ന് പറഞ്ഞുകൂടാത്തത്. കല്യാണം എന്ന് കേട്ടാൽ ഉടനെ അമ്മയ്ക്ക് എന്നെ കെട്ടിക്കണം. നിന്നെ കെട്ടിക്കുന്ന കാര്യമല്ല, നിന്നേക്കാ 2-3 വയസ്സിന് വ്യത്യാസമുള്ളേ നിന്റെ പെങ്ങന്മാർക്ക് രണ്ടിനും. അതിന് അല്ല, അവരെ കെട്ടിച്ചയക്കുന്നതിനും നാട്ടിലിറങ്ങി പിരിവെടുക്കേണ്ടി വരുവോ?